മുണ്ടക്കൈയിലെ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടമായി അനാഥരായ കുരുന്നുകൾക്ക് സഹായം എത്തിക്കാൻ ധനസമാഹരണം നടത്താൻ വേണ്ടി മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സക്രിയ യുകെയിലെ ആകാശത്തു നിന്നും ചാടി. ഇന്നലെ നോട്ടിംഗ്ഹാമിലാണ് സ്കൈ ഡൈവിംഗ് നടന്നത്. ഈ ആകാശച്ചാട്ടം വഴി ഷാജൻ സക്രിയ ഒറ്റയ്ക്ക് മുണ്ടക്കൈയിലെ കുരുന്നുകൾക്കായി സമാഹരിച്ചത് 18 ലക്ഷം രൂപയാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുന്നേ അപ്പനെയും അമ്മയെയും നഷ്ടപ്പെട്ട് ആരോരുമില്ലാതായിപ്പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഷാജൻ നടത്തിയ ആകാശച്ചാട്ടത്തിലൂടെ ഇതുവരെ സമാഹരിച്ചത് 18 ലക്ഷത്തിലധികം രൂപയാണ്. അതിൽ 11,267 പൗണ്ട് നൽകിയത് UK മലയാളികളാണ്. 6.5 ലക്ഷത്തോളം രൂപ തിരുവനന്തപുരത്തെ ശാന്തിഗ്രാം വഴിയും സമാഹരിച്ചു. ആകാശച്ചാട്ടം നടത്തുന്നവരിൽ ഏറ്റവും അധികം തുക സമാഹരിച്ചത് ഷാജനാണ്. ആകാശച്ചാട്ടം വഴി ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഇന്നലെ വരെ ആകെ സമാഹരിച്ചത് 70 ലക്ഷം രൂപയാണ്. സെപ്റ്റംബർ 30 വരെ ചാരിറ്റിയിലേക്ക് പണം നൽകാവുന്നതാണ്. ഷാജൻ സക്രിയക്കൊപ്പം 27 പേരും ആകാശച്ചാട്ടം ദൗത്യത്തിൽ പങ്കാളികളായി. നോട്ടിംഗ്ഹാമിലെ ലാങ്ങർ എയർഫീൽഡിൽ നിന്നുമായിരുന്നു ഷാജൻ സക്രിയയുടെ ആകാശച്ചാട്ടം. മുൻപൊരിക്കൽ ആകാശച്ചാട്ടത്തിന് തയ്യാറെടുത്തപ്പോൾ കാലാവസ്ഥ ചതിച്ച അനുഭവം കൊണ്ട് ഈ ദൗത്യം നടന്നില്ല. എന്നാൽ ഇന്നലെ നടന്ന സ്കൈ ഡൈവിംഗിൽ ഷാജൻ സക്രിയ പങ്കാളിയാവുകയായിരുന്നു. മോശം കാലാവസ്ഥ മൂലം പരിപാടി നടക്കാതെ വരുമോ എന്ന ആശങ്കയും ഉടലെടുത്തിരുന്നു. എന്നാൽ മാനം തെളിഞ്ഞതോടെ മനസ്സുകളിൽ സന്തോഷം നിറഞ്ഞു. രാവിലത്തെ വമ്പൻ മഴ കണ്ടതോടെ രാവിലെ 10-ന് ആദ്യ സീറ്റിന് പരിശീലനവും തുടർന്ന് ഉച്ചയ്ക്ക് 2-ന് ആദ്യ ചാട്ടവും എന്നതായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ കാലാവസ്ഥ മാറുകയാണ് എന്ന് വ്യക്തമായതോടെ ഞൊടിയിടയിൽ പിന്നെ തീരുമാനങ്ങൾ മാറുകയായിരുന്നു. ആദ്യ വിമാനം കോളിൻ ചെയ്തതോടെ ഷാജൻ സക്രിയ, നെവിൻ സന്തോഷ്, ഷിനു ജോർജ്, അദീന ഷാജി എന്നിവരുമായി വിമാനം ആകാശമേലാപ്പിലേക്ക് പറന്നുയർന്നു. പിന്നാലെ ആകാശത്തു നിന്നും താഴേക്ക് പറന്നിറങ്ങിയ ഷാജൻ മേഘങ്ങൾക്കിടയിലൂടെ അനായാസകരമായാണ് ഭൂമിയിലേക്ക് പറന്നിറങ്ങിയത്. മനസ്സിൽ തെല്ലൊരു ഭയവും ആശങ്കയും ഉണ്ടായിരുന്നുവെങ്കിലും അനായാസം തന്നെ അദ്ദേഹം ദൗത്യം പൂർത്തിയാക്കി. ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത അനുഭവമാണ് സ്കൈ ഡൈവിംഗ് സമ്മാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. യുകെയിലേക്ക് വിമാനം കയറും മുന്നേ വയനാട്ടിൽ കണ്ട കാഴ്ചകൾ ഷാജന്റെ മനസ്സിലേക്ക് എത്തിയപ്പോൾ എന്ത് പ്രതിസന്ധിയും നേരിടാനുള്ള മനക്കരുത്താണ് ലഭിച്ചത്. ചൂരൽമലയിൽ കണ്ടുമുട്ടിയ സുഹൃത്തിന്റെ സഹായത്തോടെ നടത്തിയ വിവരശേഖരത്തിൽ മാതാപിതാക്കൾ നഷ്ടമായ 30-ലേറെ കുഞ്ഞുങ്ങൾക്ക് സഹായം എത്തിക്കാൻ ഈ ആകാശച്ചാട്ടത്തിലൂടെ സാധിച്ചതിൽ അതീവ സന്തോഷവാനാണ് ഷാജൻ സക്രിയ. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനൊപ്പം വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതിയുള്ള തിരുവനന്തപുരം പൂവാറിലെ ശാന്തിഗ്രാം കേരള എന്ന പ്രസ്ഥാനം വഴിയാണ് ഷാജൻ സക്രിയയുടെ ഫണ്ട് ശേഖരണം. ഗാന്ധിയനായ പങ്കജാക്ഷൻ എന്നയാൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് ശാന്തിഗ്രാം. ഇവരുടെ സഹായത്തോടെയാണ് മുണ്ടക്കൈയിലെ ദുരിതബാധിതരായ കുഞ്ഞുങ്ങൾക്ക് സഹായം ഒരുക്കാൻ ശ്രമിക്കുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.